നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് മുൻ ഭാര്യ എലിസബത്ത് രംഗത്തെത്തിയിരുന്നത്. ആദ്യ ഭാര്യ അമൃത സുരേഷ് ബാലയ്ക്കെതിരെ രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ച് കേസ് നൽകിയിരുന്നു. പിന്നാലെയാണ് എലിസബത്തും നടനിൽ നിന്നും താൻ നേരിടേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ ക്രൂരതകൾ ആദ്യമായി വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. എലിസബത്ത് നടത്തിയ നിരവധി ആരോപണങ്ങൾ ബാല നിഷേധിക്കുന്നുണ്ട്. വിവാദങ്ങൾക്കിടെ ബാലയും ഗോകുലയും ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ആരോപണങ്ങൾക്ക് കാരണം അസൂയയാണെന്നാണ് ബാല പറയുന്നത്. ഗോകുലയുമായി അടുത്തതിനെക്കുറിച്ചും ബാല സംസാരിക്കുന്നുണ്ട്. 2.5 വർഷം മുമ്പ് എനിക്ക് ഒരു ഓപ്പറേഷൻ നടന്നു. ഒരു ഘട്ടത്തിൽ ഗോകുല എന്നെ പരിചരിക്കാൻ വന്നു. പിന്നീട് ഇവളാണ് എന്റെ ജീവിത പങ്കാളി എന്ന് തിരിച്ചറിഞ്ഞു. സോൾ ലവ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷെ എന്റെ ഉള്ളിലെ തടസ്സം കുട്ടിക്കാലം മുതൽ ഇവളെ കണ്ടിട്ടുണ്ട് എന്നതായിരുന്നു. അമ്മയോട് ചോദിച്ചപ്പോൾ ഇതാണ് അനുയോജ്യ പങ്കാളി, നീ സമയമെടുത്തോ എന്ന് പറഞ്ഞു. അന്ന് ഞാൻ മനസ്സിൽ താലി കെട്ടി. ഈ വിവരം അറിഞ്ഞപ്പോൾ ഏറ്റവും സന്തോഷിച്ചത് ഗോകുലയുടെ കുടുംബമാണെന്നും ബാല പറയുന്നു. കേരളത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അസൂയയാണത്. ആരെയും കുറ്റം പറയുന്നില്ല. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഒരു പ്രശ്നത്തിനും പോകുന്നില്ല. സമാധാന ജീവിതം നയിക്കുന്നു. ഞങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഇഷ്ടമല്ല. എനിക്ക് വേണ്ടി ഗോകുലയുടെ അമ്മ തല മുണ്ടനം ചെയ്തു. 94 വയസ്സുള്ള മുത്തശ്ശി ഒരു മോതിരം തന്നു. ഇതെന്റെ ആദ്യ വിവാഹമല്ല. എന്റെ മുൻ വിവാഹ ജീവിതത്തിൽ ചെറിയ വഴക്കുകൾ നടന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 1.5 വർഷമായി എനിക്കും ഗോകുലയ്ക്കുമിടയിൽ ഒരു വഴക്കും നടന്നിട്ടില്ല. ദേഷ്യം വന്നാൽ ഗോകുല ചിരിക്കും. ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ജീവിതത്തിൽ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഇപ്പോൾ പുറത്തു പോയാൽ എപ്പോഴാണ് വീട്ടിൽ വരാനാവുക എന്നതാണ് ചിന്തിക്കുന്നത്. എപ്പോൾ ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാമെന്നാണ് മനസ്സിലെന്നും ബാല പറയുന്നു. എവിടെ പോയാലും മാമ വളരെ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്നും ഗോകുല വ്യക്തമാക്കി. കല്യാണത്തിന് മുമ്പ് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഓരോന്നായി പഠിച്ചു. തെറ്റ് പറ്റിയാൽ മാമ പറഞ്ഞു തരും. എന്നേക്കാൾ സ്നേഹം മാമയ്ക്കാണെന്നും ഗോകുല പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം വലിയ ആരോപണമാണ് ബാലയ്ക്കെതിരെ എലിസബത്ത് ഉന്നയിച്ചിരുന്നത്. വിദേശത്തുള്ള ഒരു സ്ത്രീയുമായി ബാലയ്ക്ക് ബന്ധമുണ്ടായിരുന്നെന്നാണ് എലിസബത്ത് ആരോപിച്ചത്. ഞാൻ പ്രണയിക്കുന്ന സമയത്ത് ഒപ്പം താമസിക്കുന്ന പെണ്ണ് പിരിഞ്ഞു പോകാൻ കാരണം ലണ്ടനിലെ സ്ത്രീയുമായുള്ള റിലേഷനാണ്. ഞാൻ പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയി പോകും. കുറെ പെണ്ണുങ്ങൾ ഉള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. ഇതിനെല്ലാം തെളിവുണ്ട്. ഇതൊക്കെ കോടതിയോ പോലീസോ ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറാണെന്നും എലിസബത്ത് വ്യക്തമാക്കി. ആരോപണങ്ങൾ ബാല നിഷേധിക്കുന്നുണ്ട്. അതേസമയം എലിസബത്തിന്റെ ആരോപണങ്ങൾ സത്യമാണെന്ന് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇതാദ്യമായല്ല ബാലയ്ക്കെതിരെ ഇത്തരം ആരോപണം വരുന്നത്. നേരത്തെ ആദ്യ ഭാര്യ അമൃത സുരേഷും ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. എന്നാൽ ഇതൊക്കെ തന്നെയും ഭാര്യ ഗോകുലയെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണെന്നാണ് ബാല പറയുന്നത്. മാത്രമല്ല തനിക്കെതിരെ വന്ന വാർത്ത അപമാനിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചാണ് നടൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാല പങ്കുവച്ചൊരു വീഡിയോയിലാണ് തനിക്കെതിരെ വന്ന ആരോപണങ്ങളിൽ മറുപടി പറഞ്ഞത്. 19 വയസ്സുള്ള സ്ത്രീയെയും അമ്മയുടെ പ്രായത്തിലുള്ളവരെയും ഞാൻ ബെഡ്റൂമിൽ കയറ്റുമെന്നാണ് പറയുന്നത്. പറയാനുള്ളതൊക്കെ പറയട്ടെ, പ്രശ്നമില്ല. ഇവിടെ നിയമമുണ്ട്. അടിസ്ഥാനപരമായി ഞാൻ കാണുന്നത് മെഡിക്കൽ അറ്റൻഷൻ ആർക്കാണോ വേണ്ടത് അവർക്ക് കൊടുക്കണമെന്നാണ്. അല്ലാതെ മീഡിയയുടെ അറ്റൻഷൻ അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യമെല്ലാം നിയമപരമായി നടക്കും. വ്യക്തിപരമായി വൈരാഗ്യത്തിന് വേണ്ടി എന്നെക്കുറിച്ച് എന്തും പറയാം. എന്നെയും ഗോകുലയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ചത്താലും ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതിലൊരു മാറ്റവുമില്ല. പക്ഷേ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഉപദ്രവിക്കരുതെന്നാണ് ബാല പറയുന്നത്. പിന്നാലെ ബാലയുടെ പേരിൽ നിരവധി വാർത്തകളും വന്നു. അതിലൊന്നിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടുകൊണ്ടാണ് നടൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളെ ഓർത്ത് ലജ്ജിക്കുന്നു. ഈ വനിതാ ദിനത്തിൽ എന്റെ കുടുംബത്തെയും പ്രായമുള്ള സ്ത്രീകളെയും വേദനിപ്പിക്കാനും അപമാനിക്കാനുമാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അങ്ങേറ്റം മോശമായി പോയി. നമുക്കും കുടുംബവും കരിയറും ധാർമ്മികതയും ഒക്കെയുണ്ട്. എന്തൊക്കെയായാലും കുറ്റവാളികളെ കോടതി ശിക്ഷിക്കുമെന്നും ബാല എഴുതിയിരിക്കുന്നു. ബാലയ്ക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും 2008-2009 കാലയളവിൽ നടന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നുവെന്നും ഇരുവരും വിവാഹം ചെയ്തിരുന്നുവെന്നുമാണ് എലിസബത്ത് പറയുന്നത്. വേറെയും നിരവധി സ്ത്രീ കഥാപാത്രങ്ങൾ ബാലയുടെ ജീവിതത്തിലുണ്ടെന്നും വൈഫൈ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് പലരും പുറത്തേക്ക് വരുന്നില്ലെന്നും എലിസബത്ത് പറയുന്നുണ്ട്. 2008-2009 കാലയളവിൽ ഇയാളുടെ ജീവിതത്തിൽ ഒരാളുണ്ടായിരുന്നു. ആ ആളുമായി ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. USA പ്രോഗ്രാം എന്ന പേരിലാണ് നമ്പർ സേവ് ചെയ്ത് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മുൻപിൽ വെച്ച് കോളുകൾ എടുക്കുമായിരുന്നില്ല. പിന്നീട് ഒരു ദിവസം കള്ളു കുടിച്ച് ബോധമില്ലാതെയായ സമയത്താണ് ഇങ്ങനൊരാളായിരുന്നുവെന്ന് പറഞ്ഞത്. അപ്പോഴും ഇവർ കല്യാണം കഴിച്ചിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇഷ്ടത്തിലായിരുന്നു. പക്ഷെ വേറൊരു കാശുള്ള US-കാരൻ വന്നപ്പോൾ ചതിച്ചിട്ട് പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. പഠിപ്പില്ലെന്ന് പറഞ്ഞും ഭയങ്കര കരച്ചിലായിരുന്നുവെന്ന് എനിക്കും വന്ന് വിഷമം തോന്നിയിരുന്നു. ആ പെണ്ണിനെ കുറിച്ചും പല കുറ്റങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നും വരും വരെ ഇടയ്ക്ക് ആ പെണ്ണിന്റെ കോൾ കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴെങ്കിലും പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിനിടയിൽ വേറെയും നിരവധി സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. വൈഫൈ എവിടെയും പരിചയപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ലെന്ന് മാത്രം. എല്ലാവരും പേടിച്ച് മിണ്ടാതിരിക്കും. ഞാനും മിണ്ടാതിരിക്കുകയായിരുന്നു. ഞാനല്ല ആരെയും ഉപദ്രവിക്കാൻ തുടങ്ങിയത്. നീതി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്റെ കുടുംബം അത്ര റിച്ച് ഒന്നുമല്ല. എല്ലാവരും പഠിച്ചിട്ടുണ്ട്, അത്രമാത്രം. ഞാൻ ഇടുന്ന വീഡിയോകൾ
അധികാരത്തിൽ ഇരിക്കുന്നവരും കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നു. ബാല ഇതെല്ലാം പ്രതികാരമായി മനസ്സിൽ സൂക്ഷിച്ച് ഭാവിയിൽ പകരം വീട്ടുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും എലിസബത്ത് പറയുന്നു. ആരെങ്കിലും നമ്മളോട് അന്യായം കാണിച്ചാൽ നീതി കിട്ടുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇപ്പോൾ എനിക്ക് പേടിയാണ്. ഇതിന് പിന്നാലെ പോകാനും പേടിയാണ്. അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഭയമുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇതെല്ലാം മറക്കും. പുള്ളി ഇതൊരു റിവഞ്ചായി മനസ്സിൽ സൂക്ഷിക്കും. പിന്നീട് പകരം വീട്ടും. പ്രൊട്ടക്ട് ചെയ്യുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അപ്പുറത്തെ പോയി ഒറ്റിക്കൊടുക്കുന്ന സ്വഭാവമുണ്ട്. രണ്ടുപേർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരവുമുണ്ട്. പക്ഷെ ആ രണ്ടുപേരുമായി ഇയാൾക്ക് നല്ല കണക്ഷൻ ആയിരിക്കും. ഞാനായിട്ടല്ല ഇതൊന്നും തുടങ്ങി വെച്ചത്. വഴിയെ പോകുന്ന എന്നെ ഇതിലേക്ക് പിടിച്ചു കയറ്റിയതാണ്. കുറച്ചു കഴിയുമ്പോൾ ഇതെല്ലാം ഇതിനേക്കാൾ വലിയ പ്രശ്നമായി മാറുമെന്ന് എനിക്കറിയാം. കാരണം മുമ്പ് പലരോടും ഇയാൾ ചെയ്തിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതാണെന്നും എലിസബത്ത് പറഞ്ഞു. പ്രായമായ സ്ത്രീകളെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റി കതകടയ്ക്കും. കാര്യം ചോദിച്ചാൽ താൻ അമ്മയെപ്പോലെ കാണുന്ന ആളുകളാണെന്ന് പറയും. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അതേസമയം തോക്കിന്റെ വിഷയത്തിൽ അന്വേഷിക്കാൻ പോലീസുകാർ വീട്ടിൽ വന്നപ്പോൾ എന്നെ റൂമിലിട്ട് ലോക്ക് ചെയ്തിരുന്നു ഇയാൾ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് കരുതിയാണ് ലോക്കാക്കി വെച്ചത്. ഈ പ്രശ്നം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞാണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയത്. ഞങ്ങൾ ഏതാണ്ട് പിരിയുമെന്ന ബോധ്യം ഉള്ളതുകൊണ്ടാകണം ചെകുത്താന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിപ്പോയതും കേസിൽ പെടുത്താൻ ശ്രമിച്ചതും. അതും എനിക്ക് സംശയമുണ്ട്. മിക്ക അഭിമുഖങ്ങളിലും എന്റെ ഭാര്യ ഒപ്പമുണ്ടായിരുന്നുവെന്ന് പറയും. അതൊക്കെ ഒരു മറയാണെന്നും എലിസബത്ത് പറഞ്ഞു. മാനനഷ്ട കേസ് വന്നാൽ ജയിലിൽ പോയി കിടക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല, നാണക്കേടുമില്ല. കാരണം അതിലും നന്നായി നാണം കെടുകയും പീഡിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ ഭീഷണി കമന്റുകൾ വരുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇത്തവണ കസ്തൂരിയെ വെച്ചാണ് എനിക്കെതിരെ അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയത്. ഈ പാറ്റേണൊക്കെ ഞാൻ കണ്ടതാണ്. പലർക്കെതിരെയും മുൻപ് ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. ആളുടെ എക്സ് വിവാഹം കഴിച്ചപ്പോൾ അന്ന് രാത്രി മൊത്തം ഉറങ്ങിയില്ല, എന്നെയും ഉറക്കിയില്ല. അവസാനം അതിനെക്കുറിച്ച് ചെയ്ത വീഡിയോയിലും എന്നെ പിടിച്ചിരുത്തി. ഇരുന്നില്ലെങ്കിൽ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേനെ. ആദ്യ ഭാര്യ ചതിച്ചിട്ടും കൂടെ നിൽക്കാത്തവളെ വേണ്ട, എനിക്ക് മറ്റ് 100 പെണ്ണുങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേനെ. ആളുമായി ഞാനാണ് ഇഷ്ടത്തിലായത്. വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു. അവർ ഈ ബന്ധത്തിന്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു. അവരുടെ പ്രായത്തിനേക്കാൾ വലിയ ക്ഷീണം നേരിട്ടു. കുറെ ഞാൻ സഹിച്ചു, മിണ്ടാതിരുന്നു. എന്തെങ്കിലും കാണിച്ചു പൊയ്ക്കോട്ടെ വിചാരിച്ചു. എന്നാൽ എനിക്കെതിരെ തുടർന്നും ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ചിലർക്കൊക്കെ മനസ്സിലാകുമെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു. ബാല അടുത്തിടെ ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു എലിസബത്ത് ആദ്യം രംഗത്തെത്തിയിരുന്നത്. ഞാൻ മരുന്ന് മാറ്റിക്കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞു എന്നാണ് എലിസബത്ത് കുറിച്ചത്. കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് മരുന്ന് മാറി തന്നു എന്ന രീതിയിൽ പരോക്ഷമായ ആളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു. വീണ്ടും ഇത് ആവർത്തിച്ചതിനാലാണ് ബാലയ്ക്കെതിരെ എലിസബത്ത് രംഗത്തെത്തിയത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.